നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. മാഷേ, ഇത് എത്ര നേരമായി നടക്കുന്നു? മാഷ ഒരിടത്ത് ഇരുന്നോ? വിനയചന്ദ്രന് ജാമ്യം കിട്ടും ഉറപ്പാ. അറിഞ്ഞുകൊണ്ട് ആരും ഒരു തെറ്റ് ഈ കുടുംബത്തിൽ ചെയ്തിട്ടില്ലല്ലോ. അത് ദൈവത്തിന് അറിയാത്തതല്ലോ മാഷേ. ചില കാര്യത്തിൽ ദൈവത്തെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. 4 മക്കളും ചെറുതായിരിക്കുമ്പോഴല്ലേ നമ്മുടെ മാധവൻകുട്ടി എങ്ങോട്ട് ഇറങ്ങിപ്പോയത്? കണ്ണിൽ ചോരയില്ലാണ്ടല്ലേ പാവം സുമംഗലയെ ഒറ്റയ്ക്കാക്കിയത്? പിന്നെ എങ്ങനെയാ ദൈവത്തെ വിശ്വസിക്കുന്നത്? അച്ഛാ, വിസ്മയെ വിളിച്ചോ? ഇല്ല. ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, അങ്ങോട്ട് വിളിക്കണ്ടെന്ന് അവള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ജാമ്യം കിട്ടിയാ അവൾ അപ്പൊ തന്നെ വിളിക്കും. സമയം കുറെ ആയില്ലേ? കേസ് വിളിച്ചു കാണില്ല, സമയമെടുക്കുമായിരിക്കും. ആരും പേടിക്കണ്ട. വിനയനെയും കൊണ്ട് അവൾ ഇങ്ങ് വരും, എനിക്ക് തീർച്ചയാ. വിനയേട്ടന് ജാമ്യം കിട്ടിയില്ലേ? മോളെ, വിനയൻ എവിടെ? ജാമ്യം കിട്ടിയില്ല അവന്? ഇല്ല, വിനയേട്ടനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയി. ഈശ്വരാ, അയ്യോ മോളെ, അയ്യോ അയ്യോ മോളെ, മോളെ എന്ത് പറ്റി? വീണേ, പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. മോളെ മോളെ അകത്തേക്ക് കൊണ്ടുവാ. മോളെ അകത്തേക്ക് കൊണ്ടുവാ. ചേച്ചി, ഇതാ അമ്മേ. വിനയേട്ടൻ മോളെ സുമംഗലേ, കരയല്ലേ? അമ്മേ, കരയല്ലേ? ആരും കരയണ്ട. 14 ദിവസമില്ലേ? അതിനിടയില് എങ്ങനെയെങ്കിലും ഈ വീടിന്റെ പ്രമാണം ബാങ്കിൽ വെച്ച് അലക്സയുടെ പണം തിരിച്ചു കൊടുത്ത് വിനയനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താം. രോണി ചേച്ചി, മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. അമ്മേ, കരയല്ലേ അമ്മേ? മുത്തശ്ശൻ പറഞ്ഞത് കേട്ടില്ലേ? ഈ വീട് സ്ഥലവും കടപ്പെടുത്തിയെങ്കിലും വിനയേട്ടനെ നമുക്ക് രക്ഷപ്പെടുത്താം. ഇവിടെ ആരും ഇല്ലേ? ഈ വീട്ടില് ആരും ഇല്ലേന്ന്?
എന്തുണ്ട് മോളൂട്ടി, സുഖം തന്നെ അല്ലേ? പോലീസ് അങ്കിൾ വന്നിരിക്കുന്നു. ആര്? കുര്യാക്കോസോ? അതെ. സുലോചനയുണ്ടോ കൂടെ? ഇല്ല. അവൾക്ക് നമ്മുടെ മുന്നിലേക്ക് വരാൻ ധൈര്യം കാണില്ല. അന്യൻ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയതിലല്ല എനിക്ക് ദേഷ്യം. മനുഷ്യപ്പറ്റുള്ള ഒരുത്തന്റെ കൂടെ പോയിരുന്നെങ്കിൽ നമ്മുടെ മോളെ ഞാൻ ചേർത്ത് പിടിക്കുമായിരുന്നു. എന്താ ആരും പുറത്തു വരാത്തത്? ആരും ഇല്ലേ ഇവിടെ? നിങ്ങൾ ആരും വരണ്ട, ഇത് ഞാനും ഭാഗ്യയും കൂടെ കൈകാര്യം ചെയ്തോളാം. ഞങ്ങളുടെ സുലോചന കാണിച്ച അവിവേകമല്ലേ, ഞങ്ങൾ വേണം ഇതിന് പരിഹാരം കാണാൻ. കുര്യാക്കോസ് എന്തിനായിരിക്കും ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ശബ്ദം കേട്ടിട്ട് കുടിച്ച ലക്ഷണമാണല്ലോ. നമസ്കാരം. മംഗലശ്ശേരി നീലകണ്ഠനും നാടൻ മാഗി മതാമ്മയ്ക്കും സുഖം തന്നെ അല്ലേ? കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിനക്ക് എന്താ ഇപ്പൊ വേണ്ടത്? ഞാനൊരു ചെറിയ പോലീസുകാരനെ എപ്പോഴും എവിടെയും കയറി വരാമല്ലോ. പ്രത്യേകിച്ച് എന്റെ ഭാര്യ സുലോചനയുടെ കുടുംബ വീട്ടിൽ. ഹാ, അതിനാദ്യം സുലോചന വരട്ടെ, അത് കഴിഞ്ഞു മതി കുര്യാക്കോസിന്റെ വരവ്. നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്. നിങ്ങളുടെ രണ്ടാമത്തെ മകൾ സുലോചന പണ്ട് എന്റെ കൂടെ പൊറുക്കാൻ ഒളിച്ചോടി വന്നതാണെങ്കിലും അവളെയും 2 കൊച്ചുങ്ങളെയും പൊന്നുപോലെ നോക്കുന്നുണ്ട് ഞാൻ ഈ കുര്യാക്കോസ്. ചരിത്രമൊക്കെ പിന്നെ പറയാം. എന്താ ഇപ്പൊ വന്നതെന്ന് പറയേ. ചുമ്മാതൊന്നും കുര്യാക്കോസ് ഈ വീടിന്റെ പടി ചവിട്ടില്ലെന്ന് നീലമണ്ഡം മാഷിന് അറിയാമല്ലോ. ആരോടും പറയാതെ എന്റെ പൊന്നാനന്തരവൻ വിനയേന്ദ്രന്റെ കല്യാണം നടത്തിയതും ആദ്യ രാത്രിക്ക് മുമ്പ് തന്നെ അവൻ തടവറയിലായതും അറിഞ്ഞു ഞാൻ. അതൊക്കെ ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഓ, കുര്യാക്കോസ് ഇത് പറയാനാണ് ബന്ധപ്പെട്ട് ഇവിടെ വന്നത്? ഒരിക്കലുമല്ല. അനന്തരവന്റെ കടം വീട്ടാൻ ഈ വീടും സ്ഥലവും ബാങ്കിൽ പണയം വയ്ക്കാൻ പോയെന്നാ അറിഞ്ഞത്. അത് സത്യമാണ്, പോയിരുന്നു. ആ സത്യം നടക്കത്തില്ല. ഈ വീടും സ്ഥലവും പണയപ്പെടുത്തണമെങ്കിൽ എന്റെ സുലോചനയുടെ സമ്മതം കൂടി വേണം. അവൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീടും സ്ഥലവും. ഇത് പണയപ്പെടുത്തി വിനയനെ രക്ഷിക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. ഞങ്ങളുടെ മക്കൾക്ക് അവകാശപ്പെട്ട സ്വത്ത് ഞങ്ങളുടെ കാലശേഷമേ അവക്ക് കിട്ടൂ. അതിനു മുമ്പ് ഈ സ്വത്ത് എന്ത് ചെയ്യാനുള്ള അധികാരവും ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ അങ്ങ് ഒലത്തും. ഞാനിപ്പോ സസ്പെൻഷനിലാണെങ്കിലും ഈ പോലീസുകാരനെ നിയമം പഠിപ്പിക്കാൻ വരരുത്. മക്കളുടെ പേരിൽ എഴുതി വെച്ച സ്വത്ത് അവരുടെ സമ്മതം കൂടാതെ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ വാശി കാണിച്ചാൽ പോലീസുകാരന്റെ തനി സ്വഭാവം തള്ളയും തന്തയും അറിയും. ഈ അടി പണ്ടേ ഞങ്ങൾ ഓങ്ങി വച്ചതാ. ഇത് നിനക്കുള്ളതല്ല. ഒരു വകതിരുവും ഇല്ലാത്തവന്റെ പിറകെ പോയാ ഞങ്ങളുടെ മകൾക്കുള്ളതാ. ഇറങ്ങടാ ഈ കോമ്പൗണ്ടിന്ന്. എടാ ഇറങ്ങാൻ, ഇറങ്ങടാ. ഞാൻ തിരിച്ചടിക്കാത്തത് സ്ത്രീ ആയതുകൊണ്ടാ. പക്ഷെ ഈ സ്ഥലത്തിന്റെ പ്രമാണം വെച്ച് കാശ് വാങ്ങാമെന്ന് നിങ്ങൾ വിചാരിച്ച കുര്യാക്കോസിന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. ആ കാശ് കൊണ്ട് വിനയൻ ഇനി പുറം ലോകം കാണില്ലെന്നർത്ഥം.
ഇത് ഞാൻ പണ്ടേ പ്രതീക്ഷിച്ചതാ മുത്തശ്ശ. ഈ ഭൂമിയും പറമ്പും ഉടൻ നമുക്ക് പ്രയോജനപ്പെടില്ല. ഇനി ഏട്ടനെ ഇറക്കാൻ നമ്മുടെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അലക്സിയുടെ കാല് പിടിക്കുക. മുത്തശ്ശനും കൂടെ വാ. നമ്മൾ അല്പം അപമാനപ്പെട്ടാലും ഏട്ടനെ ഇറക്കാൻ പറ്റും. അതേ ഉള്ളൂ ഒരു വഴി. വലിയ വീടാണല്ലോ. കടയുടമയായ നമ്മുടെ മോന് നല്ലൊരു വീടില്ല. പാർട്ട്ണറായ ഇവൻ കോടീശ്വരൻ. വീട് വലുതായ പോരാ മുത്തശ്ശ, വീട്ടിലുള്ളവരുടെ മനസ്സ് നന്നാവണം. അലക്സിക്ക് ഇല്ലാത്തത് അതാ. അല്ലെങ്കിൽ ഇന്നലെ വരെ തോളി കൈയിട്ടുണ്ട് നടന്ന കൂട്ടുകാരനോട് ഇങ്ങനൊന്നും ചെയ്യില്ലായിരുന്നു. എല്ലാ തോളിൽ കൈയിടലും അവനവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയേ കാണൂ. നിങ്ങൾ ഈ നടയിൽ നിന്ന് സംസാരിക്കാതെ അയാൾ അകത്ത് കയറി പോയി കാണാൻ നോക്കൂ. വെറുതെ സമയം കളയണ്ട. അല്ല, അപ്പൊ നീ വരുന്നില്ലേ? ഞാൻ എന്തിനാ വരുന്നത്? ഞാൻ ആരാണെന്ന് ചോദിച്ചാ ഞാൻ എന്തു പറയും? നീ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളാ. വാള മടിച്ചു നിൽക്കാതെ. അയ്യോ, നീലകണ്ഠ മാഷും ഡോക്ടർ മോളും കൂടെ എന്താ ഈ നേരത്ത്? ഒട്ടും പ്രതീക്ഷയല്ലോ. ഞങ്ങൾ അലക്സി ഒന്ന് കാണാൻ വന്നതാ. അയ്യോടാ, എന്നെ കാണാൻ ഇത്രയും ദൂരം വരേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? അതിനൊക്കെ വേണ്ടിയല്ലേ ലക്ഷങ്ങൾ മുടക്കി ഞാൻ ഈ കാർ വാങ്ങിച്ചിട്ടേക്കുന്നേ. വാ വാ, അകത്ത് കയറിയിരിക്കാം. അല്ല, നീ എന്തിനകത്തേക്ക് കയറുന്നേ? ഡ്രൈവർമാര് ഓട്ടോയുടെ അടുത്ത് അങ്ങ് നിന്നാ മതി. ചന്തു ഞങ്ങൾക്കൊരു സഹായിയാണ്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവനറിയാം. മനസ്സിലായി മനസ്സിലായി. അപ്പോൾ ഇവനാണ് ഡോക്ടർ മോളോടൊപ്പം സാഹസം കാണിച്ച് രോഹിണിയെ ഇറക്കിക്കൊണ്ട് പോയത്. ചന്തു എന്റെ ക്ലാസ്മേറ്റ്, ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. ഓ ആയിക്കോട്ടെ, പക്ഷേ ഇപ്പൊ ഈ വീട്ടിനുള്ളിൽ അവൻ കയറണ്ട. നടയിൽ നിന്നാ മതി. നിങ്ങൾ അകത്തേറി വന്നിരുന്നെങ്കിൽ നമുക്ക് വന്ന കാര്യം സംസാരിക്കാം. നിങ്ങൾ ചെല്ലു വിസ്മയെ, കാര്യങ്ങൾ നടക്കട്ടെ. ഇനി പറ, എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ? പറയാതെ തന്നെ അറിയാലോ എന്തിനായിരിക്കും ഞങ്ങൾ വന്നതെന്ന്. നിങ്ങൾ പറയാൻ വന്നതെന്നും ഊഹിച്ച് ബുദ്ധിമുട്ടാൻ എനിക്ക് വയ്യ. നേരിട്ട് പറഞ്ഞാൽ മതി. എനിക്കൊരല്പം ധൃതിയുണ്ടായിരുന്നു. വിനയനെ ജാമ്യം കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ജാമ്യത്തിന് പകരം റിമാൻഡ് കിട്ടി. എന്ത് ചെയ്യാം, നമ്മൾ വിചാരിക്കുന്നതല്ലോ കോടതി വിധിക്കുന്നത്. വിനയചന്ദ്രൻ 14 ദിവസം റിമാൻഡിൽ കിടക്കണമെന്നായിരിക്കും ദൈവവിധി. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ഇങ്ങനെ ഒഴിഞ്ഞു മാറരുത്. ഇലഞ്ഞിക്കൽ കുടുംബത്തിൽ പോലീസ് കയറി വരുന്നതും ഒരാൾ റിമാൻഡിലാവുന്നതും ഇതാദ്യത്തെ സംഭവമാണ്. ഇന്നുവരെ ആരെക്കൊണ്ടും ഒരു ചീത്തവാക്ക് ഞങ്ങൾ പറയിപ്പിച്ചിട്ടില്ല. വിനയചന്ദ്രൻ റിമാൻഡിലായതോടെ ഞങ്ങൾ മാനസികമായി തകർന്നിരിക്കുക. ഈ സങ്കടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ അലക്സിക്ക് മാത്രമേ കഴിയൂ. അയ്യോ മുത്തശ്ശ, ഇതിലിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്നാ? പോലീസ് രജിസ്റ്റർ ചെയ്ത കേസല്ലേ? ഇനി എല്ലാം കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്? അതൊക്കെ നിങ്ങൾ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയാലല്ലേ. നിങ്ങൾ ഈ കേസ് പിൻവലിക്കാൻ തയ്യാറായ പിന്നെ കോടതിക്കും പോലീസിനും ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അലക്സി, മോനി കേസ് പിൻവലിച്ച് വിനയൻ പുറത്തിറങ്ങിയാൽ എങ്ങനെയെങ്കിലും ഞങ്ങളെല്ലാം ചേർന്ന് മോന്റെ കടം വീട്ടിക്കൊള്ളാം.
എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവാൻ ഇനി കുറച്ചേ ഉള്ളൂ. ഓ MBBS എടുത്ത് ഞാൻ പ്രാക്ടീസിന് കയറിയ നിങ്ങളുടെ കട ഞാൻ നേരിട്ട് വീട്ടും, കൂടെ പലിശയും തരും. ആഹാ. ദയവ് ചെയ്ത് ഏട്ടന്റെ പേരിലുള്ള കേസ് പിൻവലിച്ച് ഏട്ടനെ പുറത്തിറക്കണം പ്ലീസ്. ഒരു കുടുംബം മുഴുവനായിട്ട് സങ്കടപ്പെട്ട് തകർന്നിരിക്കുകയാണ്. അലക്സി ഒരാൾ വേണം ഞങ്ങളെ സഹായിക്കാൻ. സോറി. സത്യം പറയാലോ, എന്റെ മുന്നിൽ നിന്ന് വന്നിങ്ങനെ കരഞ്ഞതുകൊണ്ട് എന്റെ ഭാഗത്തുനിന്ന് ഒരു ദയാദാക്ഷിണ്യം ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ അവന് കൊടുത്ത കാശ് ബാങ്ക് പലിശ സഹിതം എപ്പോ തിരിച്ചു തരുന്നോ അപ്പം ഞാൻ ഈ കേസ് പിൻവലിക്കാം. ഇല്ലെങ്കിൽ അവൻ അടുത്ത കാലത്തൊന്നും ജയിലിൽ നിന്ന് ഇറങ്ങില്ല, അത് ഉറപ്പാ. പ്ലീസ് അങ്ങനെ പറയരുത്. പെട്ടെന്ന് അത്രയും വലിയൊരു തുക ഉണ്ടാക്കാൻ ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ല. ഏട്ടന്റെ പേരിലുള്ള കേസ് പിൻവലിച്ച് ഏട്ടൻ പുറത്തു വന്ന ഞങ്ങൾ എല്ലാവരും ചേർന്ന് എങ്ങനെയെങ്കിലും വീട്ടും. ഇത് ഞങ്ങളുടെ അപേക്ഷയാ. മോനെ, അവൻ പുറത്തിറങ്ങിയില്ലെങ്കിൽ ഒരു കുടുംബം തന്നെ വഴിയാധാരമാവും. അതുകൊണ്ട് നിന്നോട് യാചിക്കുകയാണ്. നിങ്ങൾ ഈ യാചിച്ചിട്ടോ കാല് പിടിച്ച് കരഞ്ഞിട്ടോ ഒരു കാര്യമില്ല. എന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ആരും പ്രതീക്ഷിക്കണ്ട. ചേട്ടാ പ്ലീസ്, ഇവരോടൊരു നല്ല മനസ്സ് കാണിക്കേ. ഒന്നുമില്ലെങ്കിലും കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകനല്ലേ. നീ ആരാടാ ഇത് പറയാൻ വേണ്ടിയിട്ട്? ഞാനൊരു സാധാരണ മനുഷ്യനാ, നിങ്ങളുടെ മുമ്പിൽ ആരുമല്ല. പക്ഷെ വിനയേട്ടൻ്റെ പാർട്ണറായി നടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ പാർട്ണർഷിപ്പിന് കൊടുത്ത ക്യാഷ് മുഴുവൻ തിരികെ നൽകാൻ പറയുന്നത് തീരെ മോശം പരിപാടിയാണ്. കുറഞ്ഞ പക്ഷം അല്പം സമയമെങ്കിലും കൊടുക്കണം. അതൊന്നും ചെയ്യാതെ മനഃപൂർവ്വം കേസ് കൊടുത്ത് വിനയേട്ടനെ അകത്താക്കുകയോ ചേട്ടൻ ചെയ്തത്. ഇത്രയും വലിയ ചതി ചെയ്ത നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ദയാദാക്ഷിണ്യം ഉണ്ടാകത്തില്ല എന്നറിയാമെങ്കിലും ഒരു വയസ്സായ മനുഷ്യൻ ഇവിടെ വന്ന് നിങ്ങളുടെ കാല് പിടിക്കുക. ആരായാലും അല്പം മനുഷ്യത്വം കാണിക്കും. നിങ്ങളോടും അതേ ഇവർ ചോദിക്കുന്നുള്ളൂ. നിർത്തണം നിന്റെ മൈതാന പ്രസംഗം. തെരുവിൽ ഓട്ടോ ഓട്ടിച്ച് ജീവിക്കുന്ന നിന്നെ പോലുള്ള 7ാം കൂലിക്ക് കയറി നിൽക്കാനും അഭിപ്രായം പറയാനുള്ള സ്ഥലമല്ല അലക്സിയുടെ വീട്. എന്നെ ഉപദേശിക്കാൻ കയറി വന്നിരിക്കുന്നു. ഇറങ്ങി പോടാ. ഇത് നിന്റെ വീടായി പോയി. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അലക്സി അങ്ങ് ഒലത്തിക്കളയും. ഇറങ്ങി പോടാ അവിടെ. ഇപ്പൊ പോകാം, പക്ഷെ വേണ്ടി വന്നാ നിന്റെ കിടപ്പറ കയറി തല്ലാനുള്ള ചങ്കൂറ്റ എനിക്കുണ്ട്. കാണണോ നിനക്ക്? കാണണോ? ചന്തു വേണ്ട, ചന്തു വേണ്ട. ഇവന് ഞാൻ ആരാണെന്ന്. ചന്തുവിനോട് പുറത്തിറങ്ങാനാ പറഞ്ഞേ. നമുക്കൊന്ന് കാണേണ്ടി വരും. നീ ഓർത്തു വച്ചോ. ആയിക്കോട്ടെ, ഇപ്പൊ നീ ഇറങ്ങി ഈ കോമ്പൗണ്ടിൽ നിന്ന്. അലക്സി, ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം, ദയവ് ചെയ്ത്. കാല് പിടിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? എന്റെ കാലിന്റെ നഖം വെട്ടാനാ? ഇറങ്ങി പോടോ ഓടുന്നു. മുത്തശ്ശ വാ. ഇനി വേണം രോഹിണി വന്ന് എന്റെ കാല് പിടിക്കാൻ. അപ്പോ ഈ അലക്സി ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവും. അവളും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണമെന്ന് മാത്രം. വാ രോഹിണി, നിനക്ക് വേണ്ടി അലക്സി വെയിറ്റിംഗ് ആണ്.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.